നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ഇതിനെയാണ്. ഇത്രയും കാലം ആളുകളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടുകയായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് വയനാട്ടിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡൽഹിയിലോ ഉൾപ്പെടെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇപ്പോൾ അമേഠിയിലോ എവിടെയെങ്കിലുമൊക്കെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ തോൽക്കുകയാണെങ്കിൽ, ഇലക്ഷനിൽ തോൽക്കുകയാണെങ്കിൽ നേരെ വയനാട്ടിലേക്ക് വരും. അതായത് ചേട്ടനും അനിയനും വേണ്ടി ജയിക്കാനുള്ള ഒരു ഇടമായിട്ടും വയനാട്ടിലുള്ള ജനങ്ങളെ മന്ദബുദ്ധിയായിട്ടും വിഡ്ഢികളായിട്ടുമാണ് കോൺഗ്രസ് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അത് നടക്കില്ല എന്നതാണ് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ വയനാട്ടിലെ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇങ്ങനെയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് എപ്പോഴും ജയിപ്പിച്ചു വിടാനൊരു മണ്ഡലം എന്ന ഒരൊറ്റ കമ്മിറ്റ്മെന്റ് മാത്രമേ വയനാട്ടുകാരോടുള്ളൂ. അത് അവർ മനസ്സിലാക്കാൻ വൈകിയതിൽ മാത്രമാണ് അതിശയം. കഴിഞ്ഞ ദിവസം വഖഫ് ബില്ല് ലോക്സഭയിൽ നടക്കുമ്പോൾ ഇതിൽ തൻ്റെ കാര്യമില്ല എന്ന മട്ടിൽ വിദേശത്തേക്ക് പോയി വിലസി നടക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അതോടുകൂടി പ്രിയങ്കയോടുള്ള മുസ്ലിമുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി വഖഫ് ഭേദഗതി ബില്ലിൽ ചർച്ചയിൽ നിന്നും വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട് മണ്ഡലത്തിൽ പ്രതിഷേധം പുകയുകയാണ്. 4.2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടും പ്രിയങ്ക വഞ്ചിച്ചുവെന്നാണ് മുസ്ലിം ഭാഗങ്ങളുടെ വിമർശനം. മണ്ഡലത്തിലെ 41% മുസ്ലിം വോട്ടർമാരുടെയും അകമഴിഞ്ഞുള്ള പിന്തുണയാണ് പ്രിയങ്കയ്ക്ക് വൻ വിജയം സമ്മാനിച്ചത്. മുസ്ലിം മതവിശ്വാസികളുടെ അവകാശം പൂർണ്ണമായും കവരുന്ന ബില്ലിലെ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നത് വഞ്ചനയാണ് എന്നതാണ് വിമർശനം. മുസ്ലിമുകളുടെ ഭരണഘടനാ അവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക എവിടെയായിരുന്നുവെന്ന ചോദ്യം എക്കാലത്തും മായാതെ നിൽക്കുമെന്ന മുഖപ്രസംഗത്തിൽ പ്രിയങ്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഡിറ്റോറിയലിലൂടെ സമസ്ത ആഞ്ഞടിച്ചിരിക്കുകയാണ്. ബിൽ ചർച്ചാവേളയിൽ പാർലമെന്റിൽ എത്താത്തത് കളങ്കമായി എന്നുമുണ്ട്. വയനാട്ടിന്റെ മുൻ MP ആയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിലെത്തിയിട്ടും ബില്ലിനെതിരെ സംസാരിക്കാതിരുന്നതും സമസ്ത വിമർശിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി കഴിഞ്ഞ ദിവസം അതിർത്തി പ്രകടമാക്കിയിരുന്നു. മറ്റ് മുസ്ലിം സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം മതിയെന്ന നിലപാടാണ് രാഹുലും പ്രിയങ്കയും തുടരുന്നത്. മുസ്ലിമുകളെ ലക്ഷ്യമിട്ട് BJP സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും ഇരുവരും വാ തുറന്നിട്ടില്ല. അതോടുകൂടി മൃദു ഹിന്ദുത്വ പാതയിലാണ് തങ്ങളെന്ന് രാഹുലും പ്രിയങ്കയും വീണ്ടും തെളിയിച്ചുവെന്ന വിമർശനമുയരുന്നു. പ്രിയങ്കയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് CPIM ഉയർത്തുന്നത്. ലോക്കൽ കേന്ദ്രങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. പന്തം കൊളുത്തി പ്രകടനങ്ങളുമായിട്ടായിരിക്കും ഇനി പ്രതിഷേധം. പ്രതികരിക്കാത്ത മുസ്ലിം സംഘടനാ നേതാക്കൾക്കെതിരെ അണികളിൽ രൂക്ഷം പകരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രിയങ്കയ്ക്കെതിരെ മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്വന്തം കാര്യത്തിനപ്പുറം പ്രിയങ്കയ്ക്ക് വേറെ ഒന്നുമില്ല എന്ന് ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും എന്തായാലും ഇലക്ഷൻ അടുത്ത സ്ഥിതിക്ക് അതിനകം താമസിയാതെ തന്നെ പ്രിയങ്ക നാട്ടിലിറങ്ങുമെന്നും പ്രതീക്ഷിക്കാം. ഇറങ്ങുന്ന സമയത്ത് ഇപ്പോഴുള്ള പ്രതിസന്ധി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആളെ പറ്റിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് കയ്യിൽ കാണുകയും ചെയ്യും. ഇനിയും ആ വെള്ളത്തരത്തിൽ വീണു പോവാതിരിക്കാൻ മാത്രം മതി. സത്യം പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വേണ്ട എന്ന തൻ്റെ പതിവ് പ്രിയങ്ക മാറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കുറച്ചെങ്കിലും പണിയെടുക്ക് നേതാവേ, അല്ലാതെ ഇനിയും എൻ്റെ ഉപ്പുപ്പ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കുമുണ്ട് തഴമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവാവണമെങ്കിൽ പണിയെടുത്ത് ജീവിക്കണം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.